തലസ്ഥാനമായ കീവടക്കം യുക്രൈനിൽ നഗരങ്ങളിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് റഷ്യ. 22 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെയായിരുന്നു ആക്രമണം നടന്നത്. കീവിൽ നിരവധി ജനവാസ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ട്. കൊല്ലപ്പെട്ടവരിൽ 15 പേരും കീവ് സിറ്റിയിലുള്ളവരാണ്. ഖാർക്കീവ്, നിപ്രോ, സുമി, സെപ്പോറിഷ എന്നിവയാണ് ആക്രമിക്കപ്പെട്ട മറ്റ് പ്രദേശങ്ങൾ. ഒരാഴ്ചക്കിടെ കീവിലുണ്ടാകുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. യുക്രൈൻ വ്യോമസേനയുടെ കണക്കുപ്രകാരം റഷ്യ 351 ഡ്രോണുകളും 68 മിസൈലുകളും പ്രയോഗിച്ചു. അതിൽ 29 ബലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ഡ്രോൺ, മിസൈലുകൾ എന്നിവ നിർമ്മിക്കുന്ന കീവിലെ ആയുധ നിർമ്മാണശാലകളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്ന സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. എന്നാൽ യുക്രൈൻ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. അടുത്തിടെ റഷ്യയിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായിട്ടാണ് കീവിലെ ആക്രമണമെന്നും റഷ്യ പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച കീവിൽ റഷ്യൻ ആക്രമണത്തിൽ 31 പേരും കൊല്ലപ്പെട്ടിരുന്നു. യൂറോപ്പ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കണ്ട ഏറ്റവും ഭീകരമായ സൈനിക ഏറ്റുമുട്ടലായി റഷ്യ യുക്രൈൻ യുദ്ധം മാറിക്കഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ സംഘർഷ വാർത്തയും വരുന്നത്. 2022 ഫെബ്രുവരി 24 ആരംഭിച്ച അധിനിവേശത്തിന് ശേഷം ഇരുപക്ഷത്തുമായി 20 ലക്ഷത്തിലധികം സൈനികർക്ക് ജീവഭയമോ ഗുരുതരമായ പരിക്കുകളോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അമേരിക്കൻ തിങ്ക് ടാങ്കായ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പുറത്തുവിട്ട പുതിയ പഠനത്തിൽ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ തിരിച്ചടിയും നാശനഷ്ടവും നേരിട്ടിരിക്കുന്നത് വൻ ശക്തിയായ റഷ്യൻ സൈന്യത്തിനാണെന്നാണ് പ്രതിരോധ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. CSIS പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം യുദ്ധം തുടങ്ങിയതു മുതൽ ഇതുവരെ 4 ലക്ഷത്തിനും 4.5 ലക്ഷത്തിനും ഇടയിൽ റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പരിക്കേൽക്കുകയോ കാണാതാവുകയോ ചെയ്തവരടക്കം റഷ്യയുടെ ആകെ സൈനിക നഷ്ടം 14 ലക്ഷത്തോളമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക പങ്കെടുത്ത എല്ലാ യുദ്ധങ്ങളിലും കൂടി മരിച്ച ആകെ US സൈനികരുടെ എണ്ണത്തെക്കാൾ 4 മടങ്ങിലധികം വരും യുക്രൈനിൽ മാത്രം പൊലിഞ്ഞ റഷ്യൻ സൈനികരുടെ ജീവനുകളെന്ന പഠനം ഇതിൽ പ്രധാനവുമാണ്. ഈ വർഷത്തെ ആദ്യ പകുതിയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ റഷ്യയുടെയും യുക്രൈന്റെയും സൈനിക നഷ്ടത്തിന്റെ അനുപാതം 8:1 എന്ന നിലയിലേക്ക് കുത്തനെ ഉയർന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതായത് ഒരു യുക്രൈൻ സൈനികൻ വീഴുമ്പോൾ പകരം 8 റഷ്യൻ സൈനികരാണ് യുദ്ധഭൂമിയിൽ ഇല്ലാതാകുന്നത്. മറുഭാഗത്ത് യുക്രൈൻ സൈന്യത്തിന് 1.25 ലക്ഷത്തിനും 1.5 ലക്ഷത്തിനും ഇടയിൽ സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത്. പരിക്കേറ്റവരടക്കം അവരുടെ ആകെ നാശനഷ്ടം 5.25 ലക്ഷത്തിനും 6.25 ലക്ഷത്തിനും ഇടയിലാണ്. അതേസമയം ഈ സൈനിക നഷ്ടങ്ങളുടെ കൃത്യതയ്ക്ക് ചില പരിമിതികളുണ്ടെന്ന് ഗവേഷകർ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. റഷ്യ തങ്ങളുടെ യഥാർത്ഥ നാശനഷ്ടങ്ങൾ ഇപ്പോഴും ഔദ്യോഗികമായി മറച്ചുവെക്കുകയാണ് പതിവ്. തങ്ങളുടെ സൈനിക സുരക്ഷ മുൻനിർത്തി യുക്രൈൻ ഭരണകൂടവും ഔദ്യോഗിക കണക്കുകളൊന്നും പുറത്തുവിടാറില്ല. അതിനാൽ അമേരിക്കൻ, ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസികളുടെ കൈവശമുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഗവേഷകർ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതും പ്രധാനമാണ്. റഷ്യയെയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയാണ് യുക്രൈന്റെ ഡ്രോൺ ആക്രമണങ്ങൾ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. റഷ്യയുടെ ആഭ്യന്തര ഇന്ധന വിതരണത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ അതിർത്തിയിൽ നിന്നും 1000-ലധികം കിലോമീറ്റർ അകലെയുള്ള മോസ്കോയിലേക്കും ക്രാസ്നോദറിലേക്കും യാരോസ്ലാവിലെയും വമ്പൻ എണ്ണ ശുദ്ധീകരണശാലകളാണ് യുക്രൈൻ ഡ്രോണുകൾ തകർത്തെറിഞ്ഞത്. റഷ്യയുടെ ഓയിൽ റിഫൈനറികളെ തകർക്കുന്നതിലൂടെ അവരുടെ യുദ്ധത്തിനുള്ള സാമ്പത്തിക സ്രോതസ് കൂടിയാണ് യുക്രൈൻ ഇല്ലാതാക്കുന്നത്. അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന അവകാശവാദവുമായി വീണ്ടും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപ് ഏകദേശം 90 മിനിറ്റ് ഫോണിൽ സംസാരിക്കുകയും യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിന് സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തുവെന്ന് ക്രെംലിന്റെ മുതിർന്ന സഹായി യൂറി ഉഷാക്കോവ് ഞായറാഴ്ച പറഞ്ഞിരുന്നു. അടുത്ത ആഴ്ച തുർക്കിയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ട്രംപ് തയ്യാറെടുക്കുന്നതിനിടയിലാണ് ശനിയാഴ്ച സംഭാഷണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.